ശരിക്കുമുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നിങ്ങൾ എല്ലാരും വിചാരിച്ചത് രേണുവിന് എന്തോ വയ്യായികയുണ്ട്, കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ രേണു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്ന് എന്റെ മോൻ വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ അതല്ല. രേണു ഡള്ളായിട്ടിരിക്കുന്ന എന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എവിക്ഷന്റെ സമയത്ത് നമ്മൾ പൊതുവെ രേണുവിന്റെ മുഖത്ത് കാണുന്നത് ഒരു ആശ്വാസമാണ്. എല്ലാവർക്കും ഒരു ആശ്വാസമാണ്, രേണുവിന് കൂടുതലാണ്. കാരണം രേണു പോകുമോ ഒരു പേടിയുണ്ട് പുള്ളിക്കാരിക്ക്. പക്ഷെ എങ്ങനെയോ ഭാഗ്യവശാൽ അവിടെ പിടിച്ചു നിൽക്കുന്നതാണ്. സ്റ്റേജിൽ നിന്ന് ശാരിക രേണുവിനെ വിളിക്കുന്ന സമയത്ത് രേണു പൊട്ടിച്ചിരിക്കുന്നുണ്ട്, സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അടുത്ത ആഴ്ച എവിക്റ്റ് ആവുമല്ലോ, അപ്പോൾ കാണാം. അത് ഇവര് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തമാശയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കലാഭവനോടും ഇങ്ങനെ എന്തോ ഇവര് പറഞ്ഞിരുന്നു. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും രസത്തിന് പറഞ്ഞ, പക്ഷെ രേണു ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. പുള്ളിക്കാരി എന്താ വിചാരിച്ചതെന്നറിയോ? അതായത് ഈ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് ഇവർ കണ്ടതിന് ശേഷം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുറെ ടൈം എടുത്തിട്ടാണ് അവര് ആ സ്റ്റേജിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. അതിന്റെ ഇടയ്ക്കൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഈ സമയം കൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു വിടാൻ ഒരു പദ്ധതി ഉള്ളതായിട്ട് സാരിക അറിഞ്ഞിട്ടുണ്ടാവുമോ? അതാണ് ഇത്ര കോൺഫിഡൻസോടെ ഞാൻ അടുത്ത ആഴ്ച എവിക്റ്റ് ആയി പോകുമെന്ന് പറഞ്ഞത്. ആ ഒരു ടൈം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രേണു മൊത്തത്തിൽ ഡള്ളാണ്. രേണു സാരിക പോയതിനല്ല വിഷമിച്ചിരിക്കുന്നത്, രേണു വേറൊരു രീതിയിലാണ് അവിടെ. പിന്നെ മൊത്തം അവിടെ പറയുന്ന കാര്യങ്ങളോ, ലാലേട്ടൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലും രേണുവിന് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ രേണു മറ്റൊരു ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് പുള്ളിക്കാരി ഡള്ളായിട്ടിരിക്കുന്നത്. പുറത്തെന്തോ നടക്കുന്നു എന്നുള്ള ഭയമാണ് പുള്ളിക്കാരിക്ക്. 2 ആഴ്ച പുള്ളിക്കാരി നിന്നപ്പോ തന്നെ പുള്ളിക്കാരിക്ക് ഒരു കോൺഫിഡൻസ് വന്ന്, ആരൊക്കെയോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നെ പഴയ ഹെയ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നിന്ന രേണുവിന് പെട്ടെന്ന് ഉള്ളിൽ ഒരു ഭയം തോന്നി. എനിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ള ആ ഭയമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഭയത്തിന്റെ പേരിലാണ് രേണു തളർന്ന പോലെ കിടന്നതും. ബിഗ് ബോസിന്റെ അടുത്ത് ചെല്ലുമ്പം ഏകദേശം പുറത്ത് നടക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ബിഗ് ബോസിൽ നിന്ന് കിട്ടുമോ എന്നുള്ള രീതിയിലുമാണ് കൺവെൻഷൻ റൂമിലേക്ക് രേണു പോയത്. അല്ലാതെ രേണുവിന് ശാരീരികമായിട്ട് ഒരു പ്രശ്നവുമില്ല. നമ്മളെക്കാളും നന്നായിട്ട് രേണുവിനെ നിരീക്ഷിക്കുന്ന ആളുകൾ, സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ ബിഗ് ബോസിന്റെ ടീമിലുണ്ട്. അവരതുകൊണ്ടാണ് ബിഗ് ബോസിനെ കൊണ്ട് പറയിച്ചത്, താങ്കളെ ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകർ പുറത്ത് വെയിറ്റിംഗ് ആണ്, താങ്കൾ നന്നായിട്ട് കളിക്കൂ എന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടത്. അതായത് അടുത്ത ആഴ്ച എവിക്റ്റഡ് ആയി പോകുമോ എന്നുള്ള അവരുടെ ഭയത്തിൽ നിന്ന് ഭയം ഒന്ന് മാറ്റി നന്നായിട്ട് ഈ ആഴ്ച കളിക്കാനായിട്ട് പ്രേരിപ്പിച്ചാണ് രേണുവിനെ അവിടെ നിന്ന് വിട്ടേക്കുന്നത്. വന്ന ആഴ്ച നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അത്യാവശ്യം ദേഷ്യം പ്രകടിപ്പിക്കേണ്ട അടുത്ത് പ്രകടിപ്പിക്കും. അപ്പം രേണുവിനെ കുറെ പേര് ടാർഗറ്റോട് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകൾക്കെല്ലാം രേണുവിനോട് ഒരു സഹതാപം പോലെ, കാരണം അതിലും വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ വന്ന് അനീഷിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ പോയി. പിന്നെ ഗ്രൂപ്പുകൾ ഫോം ചെയ്തു. അങ്ങനെ രേണു എന്നുള്ളൊരു സബ്ജക്റ്റേ അല്ലാതായി മാറി. രേണുവിന്റെ പുറത്തെ ഹെയ്റ്റ് വെച്ച് കളിക്കാൻ വന്ന ആഴ്ച ഒരുപാട് പേര് നോക്കിയെങ്കിലും എന്തോ എല്ലാവർക്കും തോന്നി രേണുവിനെ ടാർഗറ്റ് ചെയ്യുന്നവരെ ഒരുപക്ഷെ പ്രേക്ഷകര് അത്രയും ഇതായിട്ട്, അതായത് ഒട്ടും ശക്തരല്ലാത്ത ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മളും ശക്തരല്ലെന്നായി വിചാരിക്കും എന്ന് കരുതി ആളുകൾ ശക്തരായ എതിരാളികളെ തേടുന്ന സമയത്ത് രേണുവിനെ എല്ലാവരും വിട്ടു. അങ്ങനെ രേണുവിന് അവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കാനില്ല. രേണുവിനെ ആരും വഴക്കിടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലും രേണു സ്നേഹത്തിന്റെയും ആ ഒരു കരച്ചിലിന്റെ ഒക്കെ ഒരു ട്രാക്ക് പിടിച്ചു. പിന്നീടുണ്ടായ പ്രശ്നങ്ങളിലൊക്കെ ഈ സഹതാപത്തിന്റെയും കരച്ചിലിന്റെയും ഒക്കെ ട്രാക്ക് പിടിച്ച് പുള്ളിക്കാരിയും ആ ഒരു രീതിയിൽ അങ്ങ് പോകാനായിട്ട് തുടങ്ങി. ഇപ്പൊ ഭയങ്കര ഡൗൺ ആണ്. ഗെയിമുകളൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒന്ന് സംസാരിച്ച് ജയിക്കാനുള്ള ഗെയിം കൊടുത്താലും നല്ല പ്രകടനമൊന്നും കാഴ്ചവെക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും വയ്യായികയും എപ്പോൾ നോക്കിയാലും എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. രേണുവിന് ഇപ്പൊ അത്യാവശ്യം ഹെയ്റ്റ് ഒക്കെ പുറത്തെ മാറിയിട്ട് രേണുവിനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ രേണു ഇതൊന്നും അറിയുന്നില്ല. രേണുവിന് നന്നായിട്ട് കളിക്കാൻ പറ്റും അവിടെ. പുള്ളിക്കാരിക്ക് ഒരു പക്ഷെ ബിഗ് ബോസിലെ ഗെയിമുകളുടെ അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ട രീതികളെ കുറിച്ചൊന്നും വലിയ ഐഡിയ കാണത്തില്ല. എന്തായാലും പുള്ളിക്കാരുടെ യഥാർത്ഥ സംഭവം ഇതായിരുന്നു. അത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.